ആയുഷ്മാൻ ഭവാനി ചേച്ചി. ഭവാനി ചേച്ചി എന്താണത്? കേട്ടറില്ലേ, സിനിമയിലൊക്കെ ഇങ്ങനത്തെ വേഷം കിട്ടുമ്പോ നരേന്ദ്രപ്രസാദ് ഇങ്ങനെ പറയുന്നത്. മര്യാദക്ക് നിന്നാ മതി പ്ലീസ്. ഇത് മതിയാ? മതി മതി. കൊച്ചു പുസ്തകം വർമാജി പടം കാണാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുക. പടം ഒന്നും കാണില്ലടാ. ഇതാ കൊച്ചിന്റെ ജാതകാണ്. അയ്യേ, അതെ, രാശി പലകിൽ എന്തെങ്കിലും എഴുതി വെക്കും. തറപറന്നൊക്കെ എഴുതിയാൽ മതി. തറയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അറിയാം. എഴുത്ത് തന്നെ എഴുത്. ഇയാൾ എഴുതി എല്ലാം കൊളാവും. ആരെങ്കിലും ഉണ്ടോ നോക്ക്. അയ്യേ, ഇതിൽ ഇനിയുണ്ട് ശങ്കൾ. ഇത് മുഴുവൻ വേണം. കളയല്ലേ. ഞവണിക്കൊക്കെ എന്താ വിലയെന്നറിയോ? ഞവണിക്കല്ല, അത് കവടിയാണ്. അതൊക്കെ പിന്നെടുത്ത് വെച്ചാൽ മതി. ഓം നീക്കോനാച്ച. ഇരുന്നോളൂ, നിങ്ങളും ഇരുന്നോളിക്കോളുക. ഓം ദിഗംബരശനായ. കണ്ണട മാറ്റ്. ഗ്ലാമർ കൂടി പോയല്ലേ. അപ്പോ എന്തൊക്കെയാ? തലക്കുറി. ആയിക്കോട്ടെ, തലക്കറി കഴിച്ചിട്ട് കുറച്ചു നാളായിരിക്കണു. തലക്കുറി വായിച്ചിട്ട് കുറച്ചാളായി. അതാണ്, ഇതാണ് കുട്ടിയുടെ തലക്കുറി. ഓഹോ, ലോകം മൊത്തം എതിരണിരുന്നിട്ടുണ്ടോ? കെട്ടിപ്പിടിക്കുന്ന കരങ്ങളിൽ സ്നേഹം. തമ്പുരാന്റെ നക്ഷത്രം മൂലം. അതെ, മുഖത്ത് എഴുതി വെച്ചിരിക്കണു. മുഖം മൂലത്തിന്റെ കണ്ണാടി. വെറുപ്പിന്റെ അങ്കിനി ഊരിട്ടുക. ഞാൻ ഇവിടെ തുടങ്ങണ കടിയുടെ പുരമത് കൊള്ളാം. മൈൻഡ് എന്തെങ്കിലൊക്കെ പോരിന് വാ. പങ്കകൾ മൂന്നില്ലേലും ഇത് വന്ന് കറക്കണ കാറ്റാടി. എന്തൊരു സുഖം. വെറുതെ ജോത്സ്യന്മാര് ഇതിനെ പിടിവിടാത്തത്. വെച്ചാലും ഞാൻ വെൽക്കം എഴുതാം. ഓരോന്ന് കളത്തിലേക്ക് തിരിച്ചു വെക്കുക. എന്താ പിന്നെ ചെയ്യേണ്ടത്? കളത്തിലേക്ക് വെക്കുക. കന്യമതിയാ. അത് പാട്ടിയുടെ മാസല്ലേ? ചിങ്ങമാസത്തിന്റെ ശ്ലോകം ചൊല്ലേ. ചിങ്ങമാസം വന്നു ചേർന്നോ നിന്നെ ഞാൻ സ്വന്തമാകും. ഈ കുട്ടിയെ മറ്റാരോ സ്വന്തമാക്കിയിട്ടുണ്ടല്ലോ. ഡോക്ടറോടും ജോത്സ്യനോടും കള്ളം പറയുന്ന. ഈ കുട്ടി മരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കണു. തലനാരെടുക്കാൻ രക്ഷപ്പെട്ടത്. ഇനി ഈ കുട്ടിക്ക് മരിക്കണവരെ ഒടുക്കത്തായിസ. എന്താ ഉലകത്തിന് തരത്ത് ഒടിവാറ്റും ക്രൗഡില്. എന്താ പിന്നെ ബാക്കി നാളെ ആവാം. വീശാൻ സമയമായിരിക്കണു. എന്താ തെക്കൻ കാറ്റ് വീശാറായാ പിന്നെ അത് ഈ രാശി കയ്യും പറക്കും.